1.5 ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം. ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ ഏതോ തെരുവിലെ കടയിൽ ചെന്ന് നേരെയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. മോൻ ഈ വീട്ടിലെ മരുമകനാ, എന്നിട്ടും അവരുടെ പെരുമാറ്റം കണ്ടില്ലേ? ഈ കഷ്ടപ്പാടൊക്കെ നീ എന്തിനാ സഹിക്കുന്ന മോനെ? നാളെ നിന്റെ പിറന്നാളല്ലേ? പല്ലവി മോൾക്കത് അറിയോ? പിറന്നാളോ? ഞങ്ങളുടെ കല്യാണ നാള് വരെ അവള് മറന്നിട്ടുണ്ടോ? മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. മൂന്ന് ദിവസത്തിന് ശേഷം അമേരിക്കയില് 200 കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പിച്ചക്കാരനെ ഞാൻ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കറി. നീ കണ്ടോ? എനിക്ക് പോവാൻ 1 മണിക്കൂർ കൂടിയേ സമയമുള്ളൂ. അതിനുള്ളില് എനിക്ക് ചെയിൻ കിട്ടിയിരിക്കണം. പറഞ്ഞില്ലെന്ന് വേണ്ട. അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു. ഇടിച്ച് നുറുക്കട. എടാ, ഒന്നിനും കൊള്ളാത്തവനെ, ഒരു ചെരുപ്പ് തുന്നാൻ പോലും അറിയാത്ത നിനക്ക് ഈ ചെരുപ്പിന്റെ വില എന്താണെന്നറിയോ? ഛേ, അല്ല, 1.5 ലക്ഷത്തിന്റെ ലൂയി വിറ്റോൺ എടുത്ത് നിന്റെ കയ്യിൽ തന്ന എന്നെ ഇതേ ചെരുപ്പ് കൊണ്ട് തന്നെ അടിക്കണം. ഷോറൂമിൽ കൊണ്ടുപോയി നേരെയാക്കാൻ പറഞ്ഞ ഏതോ തെരുവിലെ കടയിൽ ചെന്ന് നേരെയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എടാ വിവരമില്ലാത്തവനെ, ഇതൊക്കെ ഞാൻ എങ്ങനെയാ നാളത്തെ ഫംഗ്ഷൻ ഇടുന്നത്? ഛേ! അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ചെരുപ്പെടുത്ത് മരുമകൻ അഭിമന്യുവിന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞ് ദേഷ്യം പ്രകടിപ്പിച്ചു മാലിനി എന്ന അവന്റെ അമ്മായിയമ്മ. ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് ഇത് നേരെയാക്കിട്ട് വരാം. ഇപ്പൊ അങ്ങ് ഒലത്തും. പോടാ, പോയി എല്ലാവർക്കും ജ്യൂസ് എടുത്തോണ്ട് വാ. അഭിമന്യുവിനെതിരെ നടന്ന ഈ അനീതിയെ ദൂരെ നിന്ന് കാണുകയായിരുന്നു അവിടുത്തെ വേലക്കാരി കനകം. മോന, ആ ജോത്സ്യം പറഞ്ഞത് കേട്ടില്ലേ? നാളെ നിന്റെ ജീവിതം മാറാൻ പോവാന്ന്. നിന്റെ ജാതകത്തില് രാജയോഗമുണ്ട്. ഒന്നുഷാറാക്കാൻ കമലം പറഞ്ഞപ്പോൾ കേൾക്കാനൊക്കെ രസമുണ്ട്. സത്യാ മോനെ, ഇത് നടന്നിരിക്കും. മോനെ, നാളെ നിന്റെ പിറന്നാളല്ലേ? പല്ലവി മോൾക്കത് അറിയോ? എന്ന നിഷ്കളങ്കമായ ആ ചോദ്യത്തിന് പിറന്നാളോ? ഞങ്ങളുടെ കല്യാണ നാള് വരെ അവള് മറന്നിട്ടുണ്ടോ? മറക്കില്ല, ചത്താലും ഞാനത് മറക്കില്ല. ഇങ്ങനെ ഒരു അലവലാതി പിടിച്ചെന്നെ കെട്ടിച്ച് എന്റെ അച്ഛൻ എന്റെ ജീവിതം തോലച്ചു. കണ്ണിൽ കോപത്തോടെ തന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി. ശരി, പോട്ടെ. അങ്ങേർക്ക് വിവരമില്ലെന്ന് വിചാരിക്കാം. ഇവൻ എന്തിന്റെ സൂക്കേടാ? കാണാൻ കൊള്ളാവുന്ന ഒരു കാശുള്ള പെണ്ണിനെ കിട്ടിയപ്പോ ബാക്കിയുള്ള ജീവിതം അവളുടെ വീട്ടില് മണവാളം കളിച്ച് തീർക്കാന്ന് കരുതി വന്നിരിക്കുന്നു. നോണം കെട്ടവൻ. 6 മാസങ്ങൾക്ക് മുൻപ് പല്ലവിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാത്ത അഭിമന്യു ഞെട്ടലിൽ ഒരു ശില പോലെ നിന്നു. വേറെ വഴിയില്ലാതെ കല്യാണ ദിവസം മുതൽ പല്ലവിയുടെ വീട്ടിൽ കാശ് വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരനെ പോലെ അവൻ ജീവിക്കാൻ തുടങ്ങി. ഇടി, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ഡിവോഴ്സ് ചെയ്താ പോരെ? അത് അത്രയ്ക്ക് എളുപ്പമല്ല. ഞാൻ അങ്ങനെ കയറി അവനെ ഡിവോഴ്സ് ചെയ്താ അച്ഛന്റെ സ്വത്തിൽ ഒരു തരി എനിക്ക് കിട്ടില്ല. കാരണം ഈ കല്യാണം അങ്ങേര് ഉറപ്പിച്ചതാ. അപ്പോ ഇതാണോ ഇനി നിന്റെ വിധി? അല്ല, 3 ദിവസത്തിന് ശേഷം അമേരിക്കയില് 200 കോടി പ്രോജക്റ്റ് സൈൻ ചെയ്യാൻ പോവല്ലേ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പിച്ചക്കാരനെ ഞാൻ വീട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കറി. നീ കണ്ടോ? എന്നു പറഞ്ഞ കോപത്തോടെ പല്ലതിന് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവളുടെ അച്ഛൻ വളരെ ഹാപ്പിയായി ആ വീട്ടിലേക്ക് കയറി വന്നു. മോനെ, എടാ മരുമോനെ. ഈ കുടുംബത്തിൽ തന്നെ മരുമോനെ എന്ന് വിളിക്കുന്ന ഏക വ്യക്തി അദ്ദേഹം ആയതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വന്ന് അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ. ഒരാളെങ്കിലും ഇത് ഓർമ്മിച്ചു വെച്ചുവല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അഭി. ചേച്ചി, ഇവന്റെ ബർത്ത്ഡേ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരും. ഓ, കൊണ്ടുവരാൻ സാർ. പല്ലവി വിഷ് ചെയ്തോ? ചെയ്തിരുന്നു. അഭിയുടെ ആ സന്തോഷം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സാർ, ഇതില് കേക്കൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിച്ചു നോക്ക് ചേച്ചി, അത് അവിടെ തന്നെ ഉണ്ട്. ഇല്ല സാർ, ഇവിടെ കേക്കൊന്നും കാണുന്നില്ല. ഇല്ലേ? വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് ആ കേക്ക് കഴിക്കുന്ന അവരുടെ വീട്ടിലെ ടിനോ എന്ന പട്ടിയെയാണ്. അത് കണ്ട് ദേഷ്യം വന്ന രവി, മാലിനി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാനകി ഫോണിൽ സംസാരിക്കുന്നു എന്ന് അഭിനയിച്ച് ഒരു അഹങ്കാരത്തോടെ അവരുടെ മുന്നിലേക്ക് വന്നു. ഇവന്റെ പിറന്നാളിന് മേടിച്ച കേക്ക് ആരാ ടിനോയ്ക്ക് കൊടുത്തത്? അയ്യോ, മരുമോൻ സാറിന്റെ പിറന്നാളായിരുന്നോ ഇന്ന്? അയ്യോ,
ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോന് കൊടുത്തല്ലോ. എന്ന് മാലിനി കളിയാക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ എന്താ ചേട്ടാ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മരുമോന്? ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന്. ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളുമായി അവളെ നോക്കി നിൽക്കുന്ന രവികുമാർ. ഇദ്ദേഹത്തെ പോലൊരു മഹാന്. എടീ, അങ്കിൾ, ഞാൻ കാരണം നിങ്ങൾ ഒരിക്കലും തല്ലുകൂടാൻ പാടില്ല. അങ്കിൾ വിഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം മേടിക്കുന്നു. അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു. ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു. തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു. വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു. ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു. പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത്. എടാ, ഒരു പണിയുമില്ലാത്ത നിനക്ക് 2 ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ 2 ദിവസം വേണം. നിന്നെപ്പോലെ ഒരുത്തനെ പിടിച്ച് എന്റെ പെങ്ങളെ കെട്ടിച്ച തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. അത് കേട്ട് ദേഷ്യം വന്ന അഭി, നോക്ക്, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അതുപോലും മനസ്സമാധാനമായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ എന്നെ ഇങ്ങനെ പെടാപ്പാട് പെടുത്തുന്നത്? എടാ, ഒരു പ്രായം കഴിഞ്ഞ ബർത്ത്ഡേ നന്നായി സമ്പാദിച്ചവരും ലൈഫിൽ സെറ്റിലായവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ. നിന്നെപ്പോലെ ഭാര്യയുടെ വീട്ടില് ഓസിന് ചോറും കറിയും അടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ? മര്യാദയ്ക്ക് പോയി ചെരുപ്പ് തയ്ച്ചു വാ. 2 എക്സ്ട്രാ പീസ് ചോറിന്റെ കൂടെ തരാൻ ഞാൻ പറയാം. അതല്ല 4 കഷ്ണം വേണമെങ്കിൽ അതും തരാം. ഇത് മതിയാവില്ലേ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്? പോയി ആ ചെരുപ്പ് തയ്ച്ചിട്ട് വാടാ. കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തന്റെ അമ്മായിയമ്മയുടെ ചെരുപ്പെടുത്ത് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭി ശ്രമിക്കുന്നു. പക്ഷെ ചെയ്യുന്നില്ല. ചേട്ടാ, ഇതെവിടെ ഇരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്തോളാം. ശരി. പല്ലവിയെ കാണാനുള്ള ഉത്സാഹത്തിൽ അഭി അവളുടെ ഓഫീസിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിലിടിച്ചു. ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു. നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? നിന്റെ പാട്ട വണ്ടി കൊണ്ടുവന്നിരിക്കാൻ എന്റെ കാറേ കിട്ടിയുള്ളൂ. നീ കാരണം എന്റെ വണ്ടിയിൽ സ്ക്രാച്ച് വീണു. അലവലാതി. അതും പറഞ്ഞ് ദേവ ചൂടായപ്പോൾ അഭിക്ക് വല്ലാതെ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയാൻ. അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ചൂടാവേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അഭിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി. ഒന്ന് ചൂടായി നോക്ക്. കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെയൊക്കെ ആരടാ നിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത്? ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ കണ്ടുപോകരുത്. ഓടാ ഇവിടെ നിന്ന്. ഇത്രയൊക്കെ നടന്നിട്ടും തന്റെ കോപത്തെ മൊത്തം ഒതുക്കി പല്ലവിയെ കാണാൻ വേണ്ടി അഭി ലിഫ്റ്റിൽ കയറി ചെല്ലുന്നു. ഇല്ല, നെക്ലസ് കാണുന്നില്ല. എവിടെ പോയിന്നറിയില്ല. അത് അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ മുഴുവൻ നോക്കിയതാ. മിക്കവാറും ഇത് അത് ചെയ്തതാവും. അബി, മര്യാദയ്ക്ക് പറഞ്ഞു, ഈ ബോക്സിൽ ഉണ്ടായിരുന്ന ചെയിൻ എവിടെ? എനിക്കറിയില്ലെന്ന് മാത്രം മൊഴിയണ്ട. പല്ലവി പറഞ്ഞത് കേട്ട് അഭിയുടെ മുഖം മാറി. എനിക്കെങ്ങനെ അറിയാനാ? ഈ അഭിനയൊക്കെ അങ്ങ് വീട്ടിൽ മതി. ചെയിൻ വേണമെന്ന് പറഞ്ഞപ്പോ 1 സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു. നിന്നെയും വിശ്വസിച്ച് അതൊന്ന് തുറന്നു നോക്കുപോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ നോക്കുമ്പോ ചെയിനും ഇല്ല, ഒന്നുമില്ല. നീയാ എടുത്തതെന്ന് എനിക്കറിയാം. അത് തിരിച്ചതാ. ആവേശകരമായ ഈ കഥ തുടർന്ന് കേൾക്കുവാൻ ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.